നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PV അൻവറിനെ തൂക്കിയാൽ പലതും പുറത്തേക്ക് വരുമെന്ന് ഷോൺ ജോർജ് ഇപ്പോൾ വെളിപ്പെടുത്തി രംഗത്തേക്ക് വന്നതോടുകൂടി CPM-ൽ അടുത്ത പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. അൻവർ വിഷയം ശക്തമായ രീതിയിൽ കേന്ദ്രത്തിന് മുന്നിൽ എത്തിക്കാനാണ് PC ജോർജും ഷോൺ ജോർജും ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുന്നത്. അത് അത്ര നല്ലതിനല്ലെന്നും വലിയ ആപത്ത് വിളിച്ചു വരുത്തുമെന്നും CPM-ന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് എങ്ങനെയും ഈ വിഷയം ഒതുക്കി തീർക്കാനാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്. PV അൻവറിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് BJP നേതാവ് ഷോൺ ജോർജ്. ഇമെയിൽ വഴി DGP-ക്കാണ് പരാതി നൽകിയത്. കുറ്റകൃത്യം നടന്നതറിഞ്ഞിട്ടും മറച്ചുവെച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ADGP MR അജിത് കുമാറിന്റെ കുറ്റകൃത്യങ്ങളെ പറ്റി അറിവുണ്ടായിട്ടും കോടതിയെയോ പോലീസിനെയോ സമീപിക്കാത്ത MLA-യുടെ നടപടി കുറ്റകൃത്യമാണെന്നാണ് ഷോൺ വിശദീകരിച്ചിരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ പോലീസിനെ സമീപിക്കാതെ കുറ്റകൃത്യം മറച്ചുവെക്കാൻ അൻവർ ശ്രമം നടത്തിയെന്ന് ഷോൺ ജോർജ് പരാതിയിൽ ആരോപിക്കുന്നു. BNS 239 പ്രകാരം അൻവറിനെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. ഈ ആവശ്യം പോലീസ് തള്ളിയാൽ ഷോൺ കോടതിയെ സമീപിച്ചേക്കും. പൂഞ്ഞാർ മുൻ MLA PC ജോർജിന്റെ ഈ നീക്കം ഇടതു കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഫോൺ ചോർത്തൽ അടക്കമുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചതാണ് ഇതിന് കാരണം. MR അജിത് കുമാറിനെതിരെ ആദ്യഘട്ടത്തിൽ രഹസ്യാന്വേഷണം നടത്താൻ DGP-യുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചിരുന്നു. മാധ്യമങ്ങളിലൂടെ PV അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങളും അന്വേഷിക്കും. അൻവറിൽ നിന്നും മൊഴിയെടുക്കുന്നത് ആദ്യഘട്ട അന്വേഷണത്തിന് ശേഷം മാത്രം മതിയെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ADGP-ക്കെതിരായ അന്വേഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്നതായി DGP അന്വേഷണ സംഘങ്ങളുടെ ആദ്യ യോഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയാണ് ഷോൺ ജോർജിന്റെ നിർണായക ഇടപെടലുണ്ടായിരിക്കുന്നത്. അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നതാണ് ഒരാരോപണം. ഡിസ്ട്രിക്ട് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് പ്രവർത്തിക്കുന്നത് സ്വർണ്ണക്കടത്ത് ലോബിയുമായി ചേർന്നാണെന്നും അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു. കോഴിക്കോട് നിന്ന് കാണാതായ മാമി എന്ന ആട്ടൂർ മുഹമ്മദിനെ കൊന്നുകളഞ്ഞുവെന്നാണ് കരുതുന്നതെന്നും അത് ചെയ്യിച്ചത് അജിത് കുമാറാണെന്നും അൻവർ വെട്ടിത്തുറന്നു പറഞ്ഞു. കൊല്ലുകയും കൊല്ലിക്കുകയും ആത്മഹത്യ ചെയ്യിക്കുകയും ചെയ്തയാളാണ് അജിത് കുമാർ. തിരുവനന്തപുരം കവടിയാറിൽ അജിത് കുമാർ കോടികൾ ചെലവിട്ട് കൊട്ടാര സമാനമായ വീട് പണിയുന്നു എന്നതാണ് PV അൻവർ ഉന്നയിക്കുന്ന മറ്റൊരു ഗുരുതര ആരോപണം. കവടിയാർ കൊട്ടാരത്തിനടുത്ത് 10 സെന്റ് സ്ഥലം അജിത് കുമാർ സ്വന്തം പേരിലും 12 സെന്റ് സ്ഥലം അളിയന്റെ പേരിലുമായി സ്വന്തമാക്കിയിരിക്കുകയാണ്. കവടിയാർ കൊട്ടാരത്തിന് സമീപം സെന്റിന് 60 ലക്ഷം മുതൽ 75 ലക്ഷം വരെ വില വരുമെന്നും ആരോപണം ഉണ്ട്. പിന്നീടുള്ളൊരു ആരോപണം സോളാർ കേസ് അജിത് കുമാർ അട്ടിമറിച്ചു എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ സംഭാഷണവും അൻവർ പുറത്തുവിട്ടിരുന്നു. കേസ് അന്വേഷിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്ന് കരുതുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണമാണ് പുറത്തുവിട്ടത്. അങ്ങനെ അജിത് കുമാറിന്റെ വലിയ രീതിയിലുള്ള ഇത് മാത്രമല്ല, മറ്റൊരു വിഷയം തൃശൂർ പൂരം കലക്കിയത് അജിത് കുമാർ ഇടപെട്ടാണെന്ന ആരോപണവും അൻവർ ഉന്നയിച്ചിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ആരോപണ ശരങ്ങളാണ് അജിത് കുമാറിന് നേരെയുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഷോൺ ജോർജും രംഗത്ത് വന്ന് പരാതി കൊടുത്തിരിക്കുന്നത്. ഷോൺ ജോർജ് ഈ വിഷയത്തിലേക്ക് ഇടപെടുമ്പോൾ BJP ഇതിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഈ വിഷയം കേന്ദ്രത്തിന് മുന്നിലെത്തിയാൽ കേന്ദ്രം എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക? അതായത് പോലീസിലെ വലിയൊരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളുടെ വിവരമാണ് അൻവറിന്റെ നാവിൻ തുമ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വിഷയം കേന്ദ്രത്തിന് മുന്നിൽ ശക്തമായി എത്തിയാൽ കേന്ദ്രം ഇടപെടുക തന്നെ ചെയ്യേണ്ടി വരും. അതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.